തുടരും സിനിമ തരുൺ മൂർത്തി ഡയറക്ഷൻ വന്ന തുടരുമെന്ന് പറഞ്ഞ സിനിമ ഇന്നലെയാണ് പോയി കണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ആ സിനിമയുടെ ഒരു റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. കൂടാതെ എൻ്റെ ചില പേഴ്സണൽ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കൂടെ പറയാൻ വേണ്ടി പോവുകയാണ്. തുടരും സിനിമ റിവ്യൂ നമുക്ക് നോക്കാം. അതായത് മോഹൻലാൽ ശോഭന എന്ന് പറഞ്ഞ ഒരു എവർഗ്രീൻ കോമ്പോനെ വെച്ച് തരുൺ മൂർത്തി ഈ ഒരു ജനറേഷൻ സമയത്ത് ഇങ്ങനൊരു സിനിമ തയ്യാറാക്കിയതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം. അതായത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ ജനറേഷൻസ് നമ്മൾ ഒരിക്കലും മോഹൻലാൽ ശോഭന കോംബോ നമ്മൾ തിയേറ്ററിൽ പോയി നമ്മൾ കണ്ടിട്ടില്ല. ഒരു അവസാനമായിട്ട് നോക്കുകയാണെങ്കിൽ മോഹൻലാൽ ശോഭനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമ അത് സാഗർ എലിയസ് ജാക്കിയാണ്. അവസാനമായിട്ട് 2009 കാലഘട്ടങ്ങളിൽ വന്ന സാഗർ എലിയസ് ജാക്കിയിലാണ് ഇവർ അവസാനമായിട്ട് അഭിനയിക്കുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു സിനിമ എടുത്തതിന് ഒരു ഹാറ്റ്സ് ഓഫ് തന്നെയാണ്. പിന്നെ കൂടാതെ മറ്റ് പല താരങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രകാശ് വർമ്മ എന്നൊരാളാണ് ഇതിനകത്ത് ലീഡ് ആയിട്ടുള്ളൊരു വില്ലൻ റോളൊക്കെ ചെയ്യുന്ന ഗംഭീരമായ പ്രകടനത്തിനാണ് പുള്ളി കാണിച്ചു ചെയ്യുന്നത്. കൂടാതെ ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, ഇർഷാദ്, മണിയൻപിള്ള രാജു, കൃഷ്ണപ്രഭ. തമിഴ്നാട്ടിലെ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഡയറക്ടർ ഭാരതി രാജ, ഇളവരസ്, പിന്നെ മോഹൻലാലിൻ്റെ 2 മക്കളായിട്ട് തോമസ് മാത്യു, അമൃതവർഷിണി എന്ന് പറഞ്ഞ 2 കുട്ടികളും അഭിനയിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സിനിമയിലെ കഥാപാത്രങ്ങളെ പ്ലേസ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ രോമാഞ്ചം സിനിമയിലൊക്കെ നമ്മൾ കണ്ട ഒരു ബിനോ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ആ പയ്യൻ ഇതിലൊരു പ്രധാനപ്പെട്ടൊരു വേഷം വേറെയും ചെയ്യുന്നുണ്ട്. ഗംഭീരമായിരുന്നു. പിന്നെ ചില ഗസ്റ്റ് അപ്പിയറൻസിനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. സോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യ പകുതിയെപ്പറ്റി പറയാം. കുറേ നാളായി നമ്മൾ മോഹൻലാലിനെ നമ്മൾ ഈ രീതിക്ക് നമ്മളെ ലാലേട്ടനെ നമ്മൾ കണ്ടിട്ട്. കാരണം പുള്ളിയുടെ ചില ആറ്റിറ്റ്യൂഡ്, ഫണ്ണ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ചില സിനിമയിലൊക്കെ വരുന്ന ചില പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അത് ഗംഭീരമായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയൊരു സിനിമയാണ് ഈ ഒരു തുടരുമെന്ന് പറഞ്ഞ സിനിമ. ആദ്യ പകുതിയിലെ സിനിമയുടെ കഥ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു ഫാമിലി, മക്കൾ, തമാശ, ഒരു വാഹനമുണ്ട്, ഒരു കാറ്. ആ ഒരു കാറ് ഏറ്റവും പ്രിയപ്പെട്ടാണ് ലാലേട്ടൻ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ കഥാ പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയിട്ട് ഒരു തമാശ മുഖേന ഒരു പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ പോണ ഒരു ഫസ്റ്റ് ഹാഫാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. ഏറ്റവും രസകരമായിട്ടാണ് ഈ ഫസ്റ്റ് ഹാഫ് അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെയും മോഹൻലാൽ സിനിമകളുടെ ചില ഇമ്പോർട്ടൻ്റ് ഡയലോഗുകളിൽ അതിൻ്റെയൊക്കെ ഓരോ റെഫറൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് മോഹൻലാൽ സിനിമയിൽ എടുത്ത് പറയുന്നില്ല, മോഹൻലാൽ സിനിമയിൽ കണ്ടുവരുന്ന ചില മികച്ച ഡയലോഗുകളുടെയൊക്കെ ഓരോ റെഫറൻസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മോഹൻലാലും ശോഭനയും ഒന്നിച്ചുള്ള ഒരു ബോണ്ടിങ് ഏറ്റവും മികച്ചതായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. ഏറ്റവും മികച്ച ഒരു ബോണ്ടിങ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു സ്ക്രീൻ പ്രസൻസിന് ഇന്നും ആ ഒരു പഴയ സിനിമയിൽ നമ്മൾ എങ്ങനെയാണോ അവരെ കണ്ടത് ആ രീതിക്കുള്ള ഒരു കെമിസ്ട്രി ബോണ്ടിങ്ങിന് ഇവിടെയും ഒരു ഇടിവ് വന്നിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് അവർ 2 പേരും ഇവിടെ പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കോംബോ ഇന്നും ഒരുമിച്ച് കാണുന്ന സമയത്ത് ആ ഒരു പഴയ കെമിസ്ട്രി വർക്കൗട്ടായി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരിതായിട്ടും പറഞ്ഞില്ല. ഗംഭീരമായ ഒരു കെമിസ്ട്രി അവർ തമ്മിൽ വർക്കൗട്ടായിട്ടുണ്ട്. സിനിമയുടെ 1ാം ഭാഗം ഈ രീതിക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതിൻ്റെ ഇൻ്റർവെൽ ടൈം തൊട്ടാണ് ലെവൽ മാറി തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് തീയാണ് പടം. തീയെന്ന് വെച്ചാൽ വേറെ ലെവലിലോട്ട് സ്ക്രിപ്റ്റ് ഇങ്ങ് മാറുകയാണ്. ഇത്രയും നേരം ഈ സിനിമ ഒരു കഥ പറഞ്ഞതിൻ്റെ ഒരു മൂഡ് സെറ്റൊക്കെ മാറി പക്ക ഒരു വൈബ്രൻറ്റ് പടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് പോകാൻ നേരത്ത് അവിടെയാണ് കഥയുടെ ഒരു ഗതിയും അല്ലെങ്കിൽ കഥ നമ്മളെ നമ്മളെ പിടിച്ച് ത്രില്ലിങ് മൂടി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ അവിടെയാണ് തുടങ്ങുന്നത്. പെർഫെക്റ്റ് എന്നാണെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഒന്നും വിട്ട് പറയാൻ വേണ്ടി ഇപ്പോൾ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരിതായിട്ട് പറഞ്ഞത്. നമുക്ക് എനർജറ്റിക്കായിട്ട് മോഹൻലാലിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിച്ചടിക്കിട്ടുണ്ട്. ഒരു ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ബൈ സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. 2ാം പദം ചില തീയെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റിന് വേണം ആദ്യം ഒരു കൊടുക്കേണ്ട. എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റ്, ആ ഒരു കഥ, അതാണ് ഗംഭീരം. ഇനി പെർഫോമൻസിലോട്ട് വരാം. മോഹൻലാൽ ആദ്യ പകുതിയിൽ കണ്ട ആ ഒരു തമാശയും ആ ഒരു ഫൺ എലമെൻറ്റും ഒക്കെ ഉള്ള മോഹൻലാൽ നിന്ന് ഒരു ചേഞ്ച് ഔട്ടായിട്ട് പക്ക മാസിലേക്ക് തിരിയുമ്പോഴുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പെർഫെക്റ്റ് ആയിരുന്നു. അവിടെയാണ് നമ്മൾ ആ ലാലേട്ടൻ നമ്മൾ കണ്ട ഒരു എക്സാമ്പിൾ തന്നെ. നമ്മളെ നരസിംഹം, പുലിമുരുകൻ, അലിബായ് ആ ഒരു കോമ്പോലൊക്കെ നമുക്ക് ആ ഒരു എനർജിയുള്ള ലാലേട്ടനില്ലേ, ആ ഒരു പക്കായിട്ട് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുക അവിടെയാണ്. പിന്നെ
പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിനകത്ത് വില്ലൻ റോള് ചെയ്യുന്നത്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞേ പറ്റൂ. അദ്ദേഹം എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു കിടുക്കാച്ചില്ല, പറഞ്ഞിരിക്കാൻ വയ്യ. ഒരു കിടിലൻ വില്ലൻ എന്ന് വെച്ചാൽ ഇതാണ് വില്ലൻ. അതാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. അദ്ദേഹത്തിൻ്റെ ചില സംസാര ഇതും ശൈലികളും എല്ലാം കൊണ്ട് അദ്ദേഹം അങ്ങ് തകർത്താടെയാണ് ഈ സിനിമയ്ക്കകത്ത്. പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ പുള്ളി പെർഫെക്റ്റ് വില്ലൻ. ഇതൊക്കെയാണ് വില്ലത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. ഈ വില്ലത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞതിനിടയിൽ കൂടെ ഇയാൾക്ക് കൊടുത്തേക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റ് വർക്കും കഥയുടെ എലമെൻ്റൊക്കെ വേണ്ട ട്വിസ്റ്റ് ബൈ ട്വിസ്റ്റ് ഒന്നും പറയാനില്ല. എങ്ങനെയാണ് ഒരു ട്വിസ്റ്റ് ബൈ ട്വിസ്റ്റ് തരുൺ മൂർത്തി എഴുതി വെച്ചിരിക്കുന്നത്, അത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിക്കാണ് ഈ കഥ മാറുന്നത്. നമുക്ക് പല ആശയത്തിലൂടെ നമ്മളെ കൊണ്ടുപോകും. ഇത് അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, ഇത് അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ട്വിസ്റ്റ് ബൈ ട്വിസ്റ്റ് കൊണ്ടുപോയിട്ട് അവർ കറക്കിക്കുട്ടി ഒരു കഥയെ കൊണ്ട് നിർത്തും. സൂപ്പർ സ്ക്രിപ്റ്റ് തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പ്രകാശ് വർമ്മ ഒരു രീതിക്ക് ഇങ്ങനെ മികച്ചു നിൽക്കാൻ നേരത്ത് ബിനു പപ്പു അപ്പുറത്ത്. ബിനു പപ്പുവിൻ്റെ പെർഫോമൻസ് കയ്യടി കൊടുത്തേ പറ്റും. ഇത് ഒരു പുള്ളിയുടെ ഒരു റോള് പറയാതിരിക്കാൻ വയ്യ. പുള്ളി പെർഫോമൻസ് തകർക്കുന്നുണ്ട്. കിടിലൻ പെർഫോമൻസ് തന്നെ പറയണം. പിന്നെ കൂടെ ഫർഹാൻ ഫാസിൽ വരുന്നുണ്ട്. ഫർഹാൻ ഫാസിലും ആ ഒരു കഥയ്ക്ക് ഏറ്റവും ചേർന്ന ഒരു മികച്ച പ്രകടനമാണ് ഫർഹാൻ ഫാസിലും കാണിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ പെർഫോമൻസും വേറെ ലെവലാണ്. ഫർഹാൻ ഫാസിൽ കിടുക്കിയിട്ടുണ്ട്. സൂപ്പർ കാസ്റ്റിംഗ് ആയിരുന്നത്. പിന്നെ തോമസ് മാത്യു എന്ന് പറഞ്ഞ നമ്മുടെ പയ്യൻ ലാലേട്ടൻ്റെ മകനോട് അഭിനയിക്കുന്ന, പണ്ട് ആനന്ദം സിനിമയിൽ മാത്രമാണ് ഈ പയ്യനെ നമ്മൾ കണ്ടത്. അതിന് ഇപ്പോഴാണ് ഒരു സിനിമ നമ്മൾ കാണുന്നത്. പിന്നെ വേറെ പടത്തിൽ ഒന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും മികച്ചതായിട്ട് ആനന്ദ സിനിമയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഈ പയ്യന് ഒരു മികച്ച റോള് കൊടുക്കുന്നത്. ആ പയ്യനാണ് ഈ സിനിമയുടെ ഏറ്റവും മികച്ച ഒരു തീമെന്ന് പറഞ്ഞത്. ആ പയ്യൻ വെച്ചാണ് സിനിമയുടെ ഒരു കഥയും കാര്യങ്ങളും ബിൽഡ് ചെയ്ത് പോകണം. ട്വിസ്റ്റാണ് ഈ പടത്തിൽ. ട്വിസ്റ്റ് ബൈ ട്വിസ്റ്റായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന രീതിക്കാണ് കഥയുടെ ഒരു പോക്ക്. സത്യമായിട്ട് പറയണം, എന്തെല്ലാം രീതിക്കാണ് ചേഞ്ച് ഔട്ടെന്നറിയാമോ കഥ. ഗംഭീരം വെച്ചാൽ ഗംഭീരം. ഫസ്റ്റ് ഹാഫിൽ ഈ കഥയുടെ ഒരു എലമെൻ്റ് ഒന്നും വരുന്നില്ലെങ്കിൽ പോലും ആഫ്റ്റർ ഇൻ്റർവെല്ലിൽ തൊട്ട് അങ്ങോട്ട് പടം തീയാവുകയാണ്, കഥയിലേക്ക് കയറുകയാണ്. പിന്നെ ഒന്നും നോക്കണ്ട, രോമാഞ്ചിഫിക്കേഷനാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ കുറേ താരങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പിന്നെ വലിയ റോളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫോക്കസ് ചെയ്യുന്ന പ്രകാശ് വർമ്മ, മോഹൻലാൽ, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, തോമസ് മാത്യു എന്നീ പറയുന്ന ആൾക്കാരുടെ രീതിക്കാണ് പോകണം. പിന്നെ ശോഭനയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യ പകുതിയിൽ ശോഭന പക്ക വീട്ടമ്മയാണ്. രണ്ടാം പകുതിയിൽ കഥയിലേക്ക് തിരികെ നേരത്ത് അതിലത്തെ പെർഫോമൻസ് ശോഭന കാണിക്കുന്നുമുണ്ട്, ഗംഭീര പ്രകടനം കാണിക്കുന്നുമുണ്ട്. അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അഭിനയം. ഒരു മോശവും പറഞ്ഞില്ല. ആ ഒരു സന്ദർഭത്തിനും കഥയ്ക്കുമൊത്ത് ശോഭന ഗംഭീരമടന്ന് നിൽക്കുന്നുണ്ട്. അത് മറ്റൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മുടെ ഈ ഉരുൾപൊട്ടലൊക്കെ ഇല്ല, അതൊക്കെ വരുന്നുണ്ട്. ആ ഒരു സംഭവത്തിൽ പോലും കഥാ എലമെൻ്റ് ഉള്ളതുള്ള ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ഘടകം. ഏതെല്ലാം രീതിക്ക് ട്വിസ്റ്റ് ബൈ ട്വിസ്റ്റായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വന്ന് നിൽക്കുന്ന ഒരു പ്ലേസ്മെൻറ്റ് പറയാതിരിക്കാൻ വയ്യ. ലാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗ്, ആക്ഷൻ എന്തുകൊണ്ടും അദ്ദേഹം ഞെട്ടിക്കുന്നുണ്ട്. ഗംഭീര പ്രകടനം വെച്ചാൽ ഗംഭീര പ്രകടനം. ഒരു കംബാക്കാണ് ലാലേട്ടൻ ചെയ്തിരിക്കുന്നത്. പറയാനൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ട്. സ്പോയിലായി പോകുന്ന കാര്യം വെച്ചാൽ ഒന്നും ഞാൻ വെട്ടി തുറന്ന് പറയാനൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഓപ്പണായിട്ട് പറയാം. OTT ഇറങ്ങുമ്പോൾ ഞാൻ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ക്ലീനായിട്ട് ചെയ്യുന്നുണ്ട്, അത് ഇറങ്ങി കഴിയാൻ നേരത്ത്. അപ്പോൾ തുടരുമെന്ന് പറഞ്ഞ ഒരു സിനിമ ഫസ്റ്റ് ഹാഫ് ഒരു ഫാമിലി പീസ് തമാശ മുഖേന പോയെങ്കിൽ തീയായിട്ടാണ് സെക്കൻഡ് ഹാഫ്. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. കണ്ടിരുന്ന മക്കളെ കൈയടിക്കാനും ഒരുപാട് എലമെൻ്റുള്ള ഒരു മികച്ച തിരക്കഥയുടെ ബാക്ക്ഗ്രൗണ്ടിലും കഥയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രകാശ് വർമ്മ, ബിനു പപ്പു, മോഹൻലാൽ ഈ കോമ്പിനേഷനിലുള്ള ഒരു പ്രകടനങ്ങൾ, ആ ഒരു പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ഒരു പുള്ളിയൊക്കെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്. വില്ലത്തരം, ഇതാണ് പക്ക വില്ലത്തരം. ആറ്റിറ്റ്യൂഡായിരുന്നാലും വില്ലിങ്സ് ആയിരുന്നാലും ഒന്നും പറയണ്ട, പുള്ളി അങ്ങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെർഫെക്റ്റ് സാധനം നമുക്ക് പറയത്തുള്ളൂ. ഒന്നും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗംഭീരം. സെക്കൻഡ് ഹാഫ് ഗംഭീരം തന്നെയാണ്. ഒരു ഏറെ നാളായിട്ട് ലാലേട്ടൻ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റിയത് ഈ സിനിമയിൽ തന്നെയാണ്. മികച്ച പ്രകടനം എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് അനുഭവം എനിക്ക് തന്നെങ്കിലും സെക്കൻഡ് ഹാഫ് എന്നെ അപേക്ഷിച്ച് കോരി തരിച്ചു സത്യം പറഞ്ഞാൽ. അത്രയ്ക്കുണ്ട് സംഭവം.
കിടിലൻ ചെയ്തു വെച്ചിരിക്കുന്നത്. സ്ക്രിപ്റ്റാണ് മെയിൻ. സ്ക്രിപ്റ്റും ലാലട്ടനും പ്രകാശിൻ്റെ റോള്, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, തോമസ് മാത്യു, ശോഭന, ഇത്രയും പേരെ വെച്ചാണ് സിനിമ റൺ ചെയ്യുന്നത്. മികച്ച തിരക്കഥ, മികച്ച ഡയറക്ഷൻ എല്ലാം ഉണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഒരു ലോജിക് ഇല്ലാത്തൊരു കാര്യമുണ്ട്. അതായത് വിജയ് സേതുപതിനെ ഒരു ഫോട്ടോ റെഫറൻസ് പോലെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അത് ഒരു ട്വിസ്റ്റാണ്. ആ ഒരു കാര്യം വെച്ച് അത് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. അതിന് മറ്റാരെങ്കിലും ഉപയോഗിക്കാം, ഒരു സീനിയോറിറ്റിയുള്ള നടനെ ഉപയോഗിക്കായിരുന്നു. ഒരു കമൽഹാസൻ, രജനികാന്ത്, അങ്ങനത്തെ ആരെങ്കിലും കൊണ്ടുവന്ന് ചെയ്തിരുന്നെങ്കിൽ മികച്ചതായി പോയി. ഇത് ഒരു രീതിക്കും ലോജിക്കില്ലാത്തയും ചേർച്ചയില്ലാത്ത ഒരു കാര്യമായിട്ട് മാറിപ്പോൾ എന്നുള്ള കാര്യമേ എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. ഇത് ഒരു രീതിക്കും ചേർച്ചയില്ല. അത് വേണ്ടായിരുന്നു എന്നുള്ള കാര്യം മാത്രം, ആ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് ഈ സിനിമയിലുള്ളത്. അത് ഒരിക്കലും നടക്കാത്ത കാര്യവും ഒരിക്കലും അങ്ങനെ വലുതായിരുന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. അത് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് തുടരുമെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്യുക. ആദ്യ പകുതി നിങ്ങൾക്ക് ഒരു ആവറേജ് അനുഭവമായിരിക്കും, രണ്ടാം പകുതി നിങ്ങൾക്ക് ഒരു തീയായിരിക്കും. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ധൈര്യമായിട്ട് കയറിക്കോ, ഒരു കുഴപ്പമില്ല. ആദ്യ പകുതിയിൽ എൻജോയ് ചെയ്ത് പാട്ടും തമാശയും കോമഡിയായിട്ടൊക്കെ പോയി നിങ്ങൾക്ക് നല്ല ആസ്വദിച്ച് കണ്ടിട്ട് രണ്ടാം പകുതിയിലേക്ക് നിങ്ങളെ കയറാൻ നേരത്ത് ചുമ്മാ തീയായിട്ട് തന്നെ കിട്ടും. ഇത്ര മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തോ, കണ്ടോളൂ. ഇതാണ് തുടരും എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത്, പക്ഷേ അത് നിങ്ങളെ ആസ്വാദനങ്ങളൊക്കെ സ്പോയിലർ ആയിരുന്നുള്ള കാര്യം വെച്ച് ഒന്നും പറഞ്ഞില്ല. സോ ആ ഒരു കാര്യം വെച്ച് ധൈര്യമായിട്ട് നിന്ന് കാണുക. കിടിലൻ സിനിമയാണ്. ഇത്ര കാര്യം മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ജെന്യുവൻ റിവ്യൂവിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ വിഷയത്തിൽ വരുന്നതായിരിക്കും. പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.